നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമുക്ക് വേണ്ടപ്പെട്ട ചിരപരിചിതരായ രണ്ട് വ്യക്തികളാണ് നമ്മോടൊപ്പം ഉള്ളത്. നല്ല രണ്ട് ഗായകർ, ഫ്രാങ്കോ, രഞ്ജിനി ജോസ്. ഇത് പണ്ട് ഫ്രാങ്കോ നല്ല മിടുക്കനായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു തൃശ്ശൂർകാരുടെ ചായ വന്നു തുടങ്ങി, ഒരു പ്രാഞ്ചിയേട്ടൻ മോഡലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ശരിയല്ലേ രഞ്ജിനി? ഹരിച്ചാക്കാണെന്ന് സംശയിക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രാങ്കോ ആ പഴയ ഒരു ട്രിം ആൻഡ് പൈസ കൂടിയിട്ടാണോ? കുറച്ചൊക്കെ. ഒരു മുല്ലവള്ളി ഉണ്ടായിരുന്നു നേരത്തെ, ഒരു ഹെയർ സ്റ്റൈൽ, ഒരു അതെല്ലാം പോയി. കുറച്ച് ഈ പ്രായം ഇതില് മാത്രം ഒരു മാറ്റമില്ല. ആ ഒരു കടുക്കലില് ഇവരും ഇപ്പൊ കടുക്കൽ നിൽക്കാണ് കേട്ടോ. എക്സസൈസ് ഒന്നും ഇല്ല ഫ്രാങ്കോ? നന്നായിട്ടുണ്ട്. 1 hour എവറി ഡേ. ഭക്ഷണം കുറച്ച് കൂടുതലാണോ? ഭക്ഷണം ഉണ്ടായിരുന്നു, ഇപ്പൊ വണ്ണം കുറച്ചുകൊണ്ടിരിക്കുക. ശരിക്കും? ഡെഫിനറ്റ്ലി. കുറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും ഇദ്ദേഹത്തിന്റെ നേരത്തെ ഉള്ള രൂപം ഇതിലുണ്ടായിരുന്നു, വണ്ണം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറയ്ക്കണം ആരാ പറഞ്ഞത്? ഒന്നുമില്ല, എനിക്കൊരു തോന്നൽ വന്നു കുറയ്ക്കണം, അങ്ങനെ കുറച്ച് തുടങ്ങി. ഈ ഫ്രാങ്കോ, രഞ്ജിനി, നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമൊക്കെയാണ്. ഒരുപാട് സ്റ്റേജ് ഷോസ്, മഹാത്തമ്മാടിയായിരുന്നു പഠിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് തൃശ്ശൂരുമായിട്ട് നല്ല ബന്ധമുണ്ട് കേട്ടോ. ഞാൻ തൃശ്ശൂർ കേരള കോളേജിൽ പഠിച്ച. ശരി. സ്കൂളും അവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് അവിടെ, എന്റെ ഭാര്യ എന്റെ അമ്മയും അവിടെ നിന്നാണ്. ആണോ? അപ്പൊ വളരെ മര്യാദയ്ക്കും അനുസരണയോടെ. അപ്പൊ ഫ്രാങ്കോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാതമ്മാടിയായിരുന്നു. നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നത് കേരള പോലീസിന്റെ റെക്കോർഡിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ അടുത്താണ്. ശരിക്കും ഫ്രാങ്കോ വലിയ വെട്ടുകേസിൽ പ്രതിയായിരുന്നു അവിടെ. വെട്ടുകേസ്, കുത്തുകേസ്, ഒരുപാട് കേസുകൾ. അതായത് ശരിക്കും പറഞ്ഞാൽ ആ ലെവലിൽ മുമ്പോട്ട് പോകായിരുന്നെങ്കിൽ ഒരു കൊട്ടേഷൻ സംഘമൊക്കെ വേണം രൂപീകരിക്കായിരുന്നു. അതായത് ഒരു ബാൻഡ് രൂപീകരിക്കുന്നതിന് പകരം കീരിക്കാടൻ ജോസ്, കീരിക്കാടൻ ഫ്രാങ്കോ എന്നൊക്കെ പറഞ്ഞ രീതി. എന്തൊരു ചമ്മലാന്ന് നോക്കി മുഖത്ത്. ശരിയാണോ ഫ്രാങ്കോ? ശരിയല്ലേ ഫ്രാങ്കോ? ഞാൻ വെറുതെ പറഞ്ഞാണ്. അങ്ങനെ ഞാൻ ബേസിക്കലി കുറച്ച് പേടിയുള്ള ആളാണ്, സത്യമായിട്ട് പറഞ്ഞാല്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോ. കണ്ടോ? ഇല്ല എനിക്കിത് ഫ്രാങ്കോ എന്ത് നിഷ്കളങ്കരാന്ന് വിചാരിക്കാം. ഇത് പറഞ്ഞുകൊണ്ടിട്ട് ആകെ ഒരു വിഷമം. ഫ്രാങ്കോ എന്നെ കാരണം ഇപ്പൊ നിരപരാധിത്വം തെളിയിച്ചോളൂ. എന്നെ കാരണം വെച്ചാൽ ഈ സമയത്ത് ഞാൻ ഒരു വലിയൊരു ചാർജ് ഷീറ്റ് വെച്ചിരിക്കുകയാണ്. കേരള പോലീസിന്റെ റെക്കോർഡുകളിൽ സ്ഥാനം പിടിച്ച ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നു വെട്ടുകേസ് എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിനി ഓരോ കുത്തുകേസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കേസുകൾ. എല്ലാ വിദ്യാർത്ഥികളെ പോലെ ഫ്രാങ്കോയും നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു, നല്ല സംഘടനാ പ്രവർത്തകനായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു മന്ത്രിയോ MP-യോ MLA ഒക്കെ ആകേണ്ട ആളായിരുന്നു. ഈ പറഞ്ഞ ഈ വസ്ത്രത്തിനൊക്കെ പകരം നല്ല കതറൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട്. ഞാൻ ചോദിച്ചത്, ഞാൻ ഫ്രാങ്കോ ചേട്ടൻ കുറച്ചും കൂടെ ജാങ്കോ ആയിട്ട് വരുമെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ മാത്രം ജീവിതം ഒന്ന് മാറിപ്പോയല്ലേ? യെസ്, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഭയങ്കരമായിട്ടുള്ളൊരു അഭിനിവേശം ഒന്നും ഉണ്ടായിരുന്നില്ല അത് രാഷ്ട്രീയത്തിനോട്. ഒരു രസം. പിന്നെ എല്ലാ സുഹൃത്തുക്കളൊക്കെ കൂടി അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാക്കി. അങ്ങനെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി. പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ക്യാമ്പസിൽ, 2 പാർട്ടികളിൽ തമ്മിൽ. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ളൊരു ഇഷ്യൂ ആണ് അതിൽ. പക്ഷെ ഞാൻ ഇൻവോൾവ്ഡ് അല്ല. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഒരു നിരപരാധിയായ നിഷ്കളങ്കനായ മനുഷ്യന് സംഭവിക്കുന്നത്. കിരീടമൊക്കെ സിനിമയിൽ മോഹൻലാലൊക്കെ വന്ന് പെട്ടുപോലെയായി ഫ്രാങ്കോ വന്ന് അത്ര പറയണ്ടല്ലേ? ഇല്ല, അത്രയ്ക്കില്ല. ഫ്രാങ്കോയുടെ അമ്മാവൻ അവസരപ്പത്തിന് ഇങ്ങനെ ചില കഥകളൊക്കെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞാനും കുറേ കാര്യങ്ങളൊക്കെ ഹോംവർക്ക് ചെയ്തു. ചില
തൃശ്ശൂരുള്ള നമ്മുടെ എന്താ പറയുക ഗഡികളാ എന്താ പറയാ ഗഡി ചില ഗഡികളോട് ചോദിച്ചിട്ട് ഫ്രാങ്കോയെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ്. ഞാൻ ഫ്രാങ്കോ കാണുമ്പോൾ വളരെ പാവമാണ് ഫ്രാങ്കോ. പാവം ഈ തൃശ്ശൂരുകാരുടെ ഈ കുറച്ച് ശബ്ദവും ബഹളവും ഒരു പ്രസരിപ്പും ഉല്ലാസവും ഇല്ലാതെ വളരെ സാധുവായിരുന്നു തന്നെ അല്ലേ രഞ്ജനി? അല്ലാതെന്നുള്ള തോന്നലുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. ഇവിടെ പറഞ്ഞാൽ പിന്നെ ആരും കേൾക്കില്ല. ഫ്രാങ്കോ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാങ്കോ ചേട്ടനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒരു അടിപൊളി മനുഷ്യൻ. അതാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു മാത്രമല്ല അടിപൊളിയുടെ കൂട്ടത്തില് ഭയങ്കര ഒരു ജെന്റിൽമാനും കൂടെയാണ്, ഭയങ്കര ഒരു ഗുഡ് പേഴ്സണും കൂടെയാണ് ഫ്രാങ്കോ ചേട്ടൻ. ഫ്രാങ്കോ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ സ്ഥാനമാണ്. ഇപ്പോൾ കുറച്ച് പേര് നമ്മളിപ്പോൾ മലയാളം പാട്ടുകാരുടെ ഇടയിൽ എടുക്കുകയാണെങ്കിൽ ചേട്ടൻ എന്ന് പറയുന്നത് ബിജു ചേട്ടൻ, ഫ്രാങ്കോ ചേട്ടൻ, ജാസ് ചേട്ടൻ, ഇവരൊക്കെ ഒരു ഭയങ്കര ബ്രദർലി ആയിട്ടുള്ള ഒരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഫ്രാങ്കോ ചേട്ടനായിട്ട്. ഉണ്ട് ഏതോ ഒരു ഫാദർ വഴി അല്ലല്ല പെരുമ്പാവൂരിന്നാണ്. എവിടെ ഒരു മുള്ളിത്തെറിച്ച ബന്ധമുണ്ട് അങ്ങനെയല്ലേ പറയാം നമ്മുടെ നാട്ടിൻ പുറത്ത്. ഫ്രാങ്കോ ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ്, ചർച്ചയല്ല സംസാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾ ഇവിടെ വരാൻ വേണ്ടി ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. വരട്ടെ. ഫ്രാങ്കോയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രാങ്കോ സിനിമാ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഫ്രാങ്കോയെ എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാങ്കോ പുതുമയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളാണ്. ഫ്രാങ്കോയ്ക്ക് സിനിമയ്ക്ക് വെളിയിൽ ഒത്തിരി ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ആൽബത്തിൻ്റെ മേഖലയിൽ. അത് മാത്രമല്ല ഫ്രാങ്കോ ഞങ്ങളുടെ ബേണി ഗ്രീറ്റ്സ് നൈറ്റിൽ ഒത്തിരി സഹകരിച്ചിട്ടുണ്ട്. പല ഗാനമേളകളിലും ഫ്രാങ്കോ വിളിച്ചാൽ ഓടി വരും, എന്ത് തിരക്കും മാറ്റി വെച്ചിട്ട് വരുന്ന ആളാണ്. ആ സമയത്ത് ഫ്രാങ്കോ സിനിമയിൽ പാടിയിരിക്കുന്ന പാട്ടിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടം ഫ്രാങ്കോവിൻ്റെ ആൽബം സോങ്സാണ്. ആൽബം സോങ്സ് പാടുമ്പോൾ അങ്ങോട്ട് ഇളകി മറിയുന്നത് നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. അത് മാത്രമല്ല എനിക്ക് ഫ്രാങ്കോയോട് പ്രത്യേകിച്ചിട്ട് ഇഷ്ടം തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റോമിൽ ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു പള്ളിയോട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയ പാട്ട് നല്ലൊരു പാട്ടായിരുന്നു, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗായകനോട് ഞാൻ ചോദിച്ച് ഇത് ആരാണ് കമ്പോസ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫ്രാങ്കോയാണ് കമ്പോസ് ചെയ്തതെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിന് ഫ്രാങ്കോയെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. ഫ്രാങ്കോ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഇത് എന്താ മൊത്തത്തിൽ തുടക്കം തന്നെ ഒരു ഭയങ്കര ഭക്തിഗാനങ്ങളും ഫ്രാങ്കോയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. എനിക്ക് രഞ്ജനിയായിട്ടും ആ ബന്ധമുണ്ടല്ലേ? പിന്നെ അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ രണ്ടുപേരും പിച്ച വെച്ച ഒരു മേഖല ഒരു പക്ഷേ ആ മേഖലയായിരുന്നു. അതെ, ഞാൻ ആദ്യം ട്രാക്ക് പാടിയിരിക്കുന്ന ക്രിസ്ത്യൻ്റെ. അപ്പൊ ആദ്യം നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ട് കുറച്ച് ഭക്തിയൊക്കെ വേണ്ട സമയമാണ് ഇപ്പോൾ. അതാണ് ആൽബങ്ങളിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഫ്രാങ്കോ കുറെ പ്രശസ്തനായത്. ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടൊരു വേണേ പറഞ്ഞ് ഞാൻ കേൾപ്പിക്കണം. കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട്. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഫ്രാങ്കോ തന്നെ അത് അഭിനയിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചത്. എന്താ പറയാൻ എനിക്ക് പക്ഷേ അഭിനയിക്കാനായിട്ട് അത്ര കംഫർട്ടല്ല ഞാൻ. എനിക്കിഷ്ടമാണ് അഭിനയിക്കാൻ. എനിക്ക് എൻ്റെ ശരീരഘടനയെ പറ്റി നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വില്ലൻ വേഷം ചെയ്യാൻ കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ ഒരു പാവം ക്രൂരൻ എന്നൊക്കെ പറഞ്ഞ നിഷ്കളങ്കനായ ഒരു വില്ലനായി പോകും. അതാണ് പ്രശ്നം. ഇപ്പോഴും പാടുന്നുണ്ട്. ക്യാമ്പസുകളിലൊക്കെ ഒരു ഘട്ടത്തിൽ വലിയൊരു ഹരമായിരുന്നു. രഞ്ജനിയോട് എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം തന്നെ വരുന്നു. ഹായ് രഞ്ജിനി. ഹായ് ഫ്രാങ്കോ. സുഖമല്ലേ? ഏതായാലും വളരെ സന്തോഷമുണ്ട്. രഞ്ജിനി എൻ്റെ 1999 ആദ്യമായിട്ട് സിനിമയിൽ ഞങ്ങൾ പാടിക്കുന്നത്. പക്ഷേ രഞ്ജിനി സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ എനിക്ക് നേരിട്ടറിയാം രഞ്ജിനിയെയും രഞ്ജിനിയുടെ കുടുംബത്തെയും. അതുകൊണ്ട് എൻ്റെ മകനും രഞ്ജിനിയൊക്കെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ഓപ്പൺ ഹൗസിൽ വെച്ച് കാണും. അപ്പോൾ രഞ്ജിനിയെ പറ്റി ഒരുപാട് വർത്തമാനങ്ങൾ അവരുടെ ടീച്ചർമാരും സഹപാഠികളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു നല്ലൊരു ഗായികയാണ്. രഞ്ജിനിയെ പറ്റി ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും രഞ്ജിനി സൗത്ത് ഇന്ത്യയിലുള്ള ഒരുമാനപ്പെട്ട എല്ലാ വലിയ വലിയ സംഗീത സംവിധായകരുടെ കീഴിലും പാടിക്കഴിഞ്ഞു. ഇനിയും സൗത്ത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലുമുള്ള സംഗീത സംവിധായകരുടെ കീഴിൽ ധാരാളം പാട്ടുകൾ പാടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു പാട്ട് മൂപ്പർക്ക് വേണ്ടി പാടി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് പാടിയിട്ട് നമുക്ക് ഞാൻ ഇതിലേക്ക് വരാം. തീർച്ചയായിട്ടും. എൻ്റെ ആദ്യത്തെ പാട്ടാണ്. സിനിമയിൽ ആദ്യമായിട്ട് പാടിയിരിക്കുന്ന ബെനി ഇഗ്നേഷ്യസ് അങ്കിളിനാണ്. പാട്ട് ഈ പറഞ്ഞ പോലെ ചെറുപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ തുടങ്ങി എനിക്ക് പാട്ട്. അമ്മ പാട്ടുകാരിയാണ്, അച്ഛൻ ഫിലിമിലാണ്. അപ്പോൾ പാട്ട് എന്നും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരച്ചിൽ നിർത്തിയത് അമ്മ പാട്ടുകാരിയും അച്ഛൻ ഫിലിം നിർമ്മാതാവ്, പിന്നെ ചെന്നൈയുടെ അന്തരീക്ഷം.
പിന്നെ അച്ഛൻ വലിയ പ്രണയഭാവം കഴിച്ചാണ് വലിയ അന്നത്തെ കാലത്ത്. അല്ല, പ്രണയവിവാഹം അല്ല അവരുടെ. വലിയ എന്താ പറയുക, അന്തർ സംസ്ഥാന ബന്ധങ്ങളൊക്കെ പറഞ്ഞ പോലെ. അതെ, അവര് എല്ലാവർക്കും ആദ്യം കേൾക്കുമ്പോ തന്നെ ഇത് പ്രണയവിവാഹമാണെന്ന് തോന്നും, പക്ഷെ അല്ല. ആക്ച്വലി ആളുടെ അതായത് അമ്മയുടെ അനുജൻ ഡാഡിയുടെ ഫ്രാങ്കോ ഫ്രണ്ടായിരുന്നു. കൃഷ്ണാരുടെ അച്ഛൻ ജോസേട്ടൻ. എങ്ങനെ പറയാ ജോസേട്ടൻ. അമ്മേരാണ് ജയലക്ഷ്മി. അയ്യങ്കാര അതാണ് അയ്യര്. നല്ല കോമ്പിനേഷൻ ആയിട്ടാ. പ്രണയിക്കാതെ ഈ പറഞ്ഞ അയ്യരെയും മറ്റേ ജോസേട്ടനെ കൂടെ ഇങ്ങനെ. മമ്മിയുടെ അനുജൻ ഡാഡിയുടെ ഫ്രണ്ട് ആയിരുന്നു. അവര് വൈസ്മൻ ക്ലബില് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ മമ്മിയും ഈ പറഞ്ഞ പോലെ വിവാഹം വേണ്ട എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഡാഡി. അത് അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് വീട്ടിലേക്ക് മാമനാണ് ഈ പ്രപ്പോസൽ കൊണ്ടു ചെല്ലുന്നത്. പിന്നെ 2 ഗ്രാൻഡ് പേരൻസ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ചാച്ചനാണെങ്കിലും ഇവിടെ അണ്ണാണെങ്കിലും. ഒരു സിനിമയിലെ തിരക്കഥയൊക്കെ ആയിപ്പോയില്ലേ ഇതുപോലെയൊക്കെ സംഭവിക്കും. അത് ശരിക്കും അത് ചെറുതായിട്ട് ഒരു സിനിമയിൽ എടുത്തിട്ടുണ്ടായി. ഏത് സിനിമയിലാണെന്ന് ഞാനിപ്പോ ഓർക്കണില്ല, പക്ഷെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയില് ഇതിന്റെ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ. അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ അല്ലേ. രഞ്ജനിയുടെ ജീവിത കഥകൾ പലതും സിനിമയിലെ തിരക്കഥകളായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അവരുടെ ജീവിതം വരട്ടെ, എന്നാ അവരാണെങ്കിൽ അവർ തന്നെ വരട്ടെ. ഹായ് രഞ്ജിനി, 2.5 വയസ്സ് മുതൽക്കേ നിനക്ക് ഈ പാട്ടിലുള്ള താല്പര്യം എനിക്കറിയാം. മമ്മി റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ വന്ന് നീ ആ സ്റ്റുഡിയോയിലിരുന്ന് പാട്ട് കേൾക്കണം, കൂടെ ഇരിക്കണം എന്നൊക്കെ വാശി പിടിക്കുമ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. മങ്കമ്പു ഗോപാലകൃഷ്ണൻ, കൃഷ്ണ തേജ അവരൊക്കെ ആയിരുന്നു മ്യൂസിക് ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് ലിറിക്സ് റൈറ്റേഴ്സൊക്കെ. അന്ന് നീ വന്ന് അതിനകത്ത് ആ കൺസോളിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് മങ്കമ്പ് ചേട്ടനാണ് ഒരു ചെറിയ സ്റ്റൂൾ ഇട്ടിട്ട് നിന്നെ ആ കൺസോളിൽ ഒരു മൂലയ്ക്ക് ഇരുത്തും. നീ അവിടെ വന്നിരുന്ന് ഞാൻ പാടുന്ന മുഴുവൻ കേട്ടനങ്ങാതിരിക്കും. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ നീ ഒരു പാട്ടുകാരി ആയിരിക്കും. അപ്പോൾ അന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി ആ പാട്ടുകളെ. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ച് ഒരു പരിധിവരെയൊക്കെ നിന്നെ പഠിപ്പിച്ചു. പിന്നെ നീ ഇത്തിരി മടിച്ച് ആയതുകൊണ്ട് അത്രയധികം ഇരുന്നൊന്നും പഠിക്കാറില്ല. എന്നാലും ഐ എം സോ പ്രൗഡ് ദാറ്റ് യു കുഡ് കം അപ്പ് ടു ദിസ് ലെവൽ. ഐ എം വെരി ഹാപ്പി മോളെ. കട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അല്ലേ. ഫോട്ടോകോപ്പിയാ ഏറെക്കുറെ അല്ലേ. രഞ്ജനി വയസ്സാകുന്നതിന് മുമ്പ് എങ്ങനെയാന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ഉദ്ദേശിച്ചില്ല. ആക്ച്വലി നല്ല ഫീച്ചേഴ്സ്. അമ്മയാണ് അപ്പം യഥാർത്ഥത്തിൽ പാട്ടിലേക്ക് കൊണ്ടുവന്നത്. അതെ, അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു 4 വയസ്സ് മുതൽ അമ്മയുടെ അടുത്ത് തന്നെ പഠിച്ചത്. പിന്നെ കുറച്ചു കാലം ഞാൻ ബിന്നി ചേച്ചിയുടെ അടുത്ത് പഠിച്ചിരുന്നു, ചെന്നൈയിൽ, ബിന്നി കൃഷ്ണകുമാർ. പിന്നെ ഇവിടെ കുറച്ച് ദിവസം മാലിനി ഹരിഹരൻ മാമിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒട്ടുമിക്ക മമ്മിയുടെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയില്ലേ? അമ്മയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി. അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്നു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഡാഡി വന്നു. അങ്ങനെ അപ്പോൾ വന്ന സമയത്ത് 2 കൊല്ലം ഞാൻ പെരുമ്പാവൂർ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംസ്കാരങ്ങളും രഞ്ജനിക്ക് ആർജിക്കാൻ പറ്റി. നമുക്ക് രഞ്ജനിയുടെ ഫാദറിനെയും കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഫ്രാങ്കോയിലേക്ക് പോകേണ്ട സമയമായി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കോറസ് പീറ്ററിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൊച്ചിൻ കോറസ് എന്ന് പറഞ്ഞാൽ ഒരു സംഗീത ട്രൂപ്പിലാണ് ഞാൻ അവളെ ആദ്യം കൊണ്ട് ചേർത്തത്. ഒരുപക്ഷെ ഇന്ന് അവൾക്ക് ഇത്രയും ധൈര്യമായിട്ട് സ്റ്റേജ് ഷോസും ഈ പാട്ടുകളൊക്കെ പാടാനുള്ള ഒരു ആത്മധൈര്യം കിട്ടിയത് അവിടെ നിന്നാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ അവൾ സംഗീത പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവളോട് പറയാറുണ്ട്, ആ രംഗവുമായിട്ട് അവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ശരിക്കും മനസ്സിലാക്കി അവരുമായിട്ട് ഇടപഴകി ജീവിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉപദേശം അവൾ ചെവിക്കൊണ്ടതിൻ്റെ കാരണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ അവൾക്ക് ഇന്ന് ഒരു സിനിമാ പിന്നണി ഗായിക എന്ന നിലയിൽ അവൾ ഇത്രയും പേരറിയുന്ന ഒരു പ്രശസ്തിയുള്ള ഒരു ഗായികയായിട്ട് മാറിയിട്ട് പോലും അവരുമായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇടപെടൽ, മറ്റൊരുമായിട്ടുള്ള ആ സഹവാസം, അവരുമായിട്ടുള്ള പെരുമാറ്റം, ഇതിലൊക്കെ ഒരു പെരുമാറ്റ ചട്ടം എന്ന് പറയുന്നത് അവൾക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെരുമാറ്റമൊക്കെ ഉള്ള ആളാണെന്നാണ്. ഇതൊക്കെ ശരിയല്ലേ? ശരിക്കും പറ. തീർച്ചയായിട്ടും. എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റേജിൽ കംഫർട്ടബിളായിട്ട്, ഐ മീൻ എൻ്റെ ഒരു ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളൊരു സ്റ്റേജിൽ എൻ്റെ കൂടെ പാടുന്ന എൻ്റെ കോ സിംഗറാണ് ശരിക്കും. അല്ലെങ്കിൽ
എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സിസ്റ്ററായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ റെസ്പെക്റ്റ് എനിക്ക് തിരിച്ചു തരാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ്. രഞ്ജിനിയെ ഒരുപക്ഷെ വളരെ ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങി അല്ലേ? എത്ര വർഷമായുണ്ട്? ഞങ്ങള് ഈ ഒരു ഫീൽഡിൽ 10 വർഷമായി. 15 വർഷമായി. ഉറപ്പായും. ഈ 15 വർഷം കൊണ്ട് രഞ്ജനിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്താണ്? പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്നുള്ളതിനേക്കാളും രഞ്ജിനിയുടെ ഏറ്റവും സോളിഡായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് രഞ്ജിനിക്ക് അറിയാം. അത് ഒരു മിനിമം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വീക്കായിട്ടുള്ള ഏരിയയും രഞ്ജിനിക്ക് അറിയാം. ആ സോങ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ വളരെ ബുദ്ധിപൂർവം അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അതുപോലെ മറ്റ് വേറെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡ് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റ് സിംഗേഴ്സിൻ്റെ കൂടെ പ്രത്യേകിച്ച് സ്റ്റേജ് ഷോസിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സിംഗേഴ്സിലുള്ള പ്രോഗ്രാമുകളിൽ ഒരു മത്സരം അങ്ങനെ കാത്തു സൂക്ഷിക്കാറില്ല. ഒരു മത്സരത്തിൻ്റെ ഒരു ആവശ്യം പരമാവധി അങ്ങനെയുള്ള അവസരങ്ങൾ അവരുമായിട്ടൊരു കുശുമ്പ് കുനിഷ്ട് കുന്നായ്മ ഇമാരി പരിപാടിക്ക് പോകും. അങ്ങനെ ഒരു മത്സരം കണ്ടിട്ടില്ല, അനാവശ്യമായിട്ടുള്ള മത്സരം കണ്ടിട്ടില്ല. അതൊക്കെ എനിക്കൊരു വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരുപക്ഷെ രഞ്ജിനിയെ ഈ രൂപത്തിലാക്കി എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്ന ഒരാൾ കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ചോദ്യം കൊണ്ട് ഞാൻ ഫ്രാങ്കോട് ചോദിക്കും രഞ്ജിനിയെ കുറിച്ച്. അതും ഇതുപോലെ ഫ്രാങ്കായിട്ട് ഉത്തരം പറയണം. ഷുവർ. ഏകദേശം 14 വയസ്സുള്ളപ്പോഴാണ് രഞ്ജിനി ആദ്യമായി കൊച്ചിൻ കോറസിൽ ഗായികയായി വരുന്നത്. അന്ന് പാടിയ ഉണരുണരു ഉണ്ണിപ്പോയെ എന്ന ആദ്യത്തെ ഗാനം ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അതിനുശേഷം വിവിധ ഭാഷകളിലായി അനേകം ഗാനങ്ങൾ രഞ്ജിനി പാടിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യൻ മ്യൂസിക്കും വെസ്റ്റേൺ മ്യൂസിക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അപൂർവം ഗായികമാരിലൊരാളാണ് രഞ്ജിനി. അന്നത്തെ ആ വിനയവും ലാളിത്യവും ഇന്നും രഞ്ജിനിയിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് രഞ്ജിനിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: വിജയകരമായ ഈ സംഗീതയാത്രയിൽ രഞ്ജിനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയി തോന്നിയിട്ടുള്ളൊരു ഒക്കേഷൻ അഥവാ ഏതെങ്കിലും സന്ദർഭങ്ങൾ ഏതാണ്? ഏറ്റവും TDS ആയിട്ടുള്ളൊരു സന്ദർഭം. TDS ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ TDS അല്ല എന്ന് തോന്നിയ 2 സന്ദർഭങ്ങൾ എനിക്കിപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ചോദിക്കുമ്പോൾ പാട്ടിനെ പറ്റി തന്നെ എനിക്ക് പറയാൻ പറ്റുക. ഒന്ന് രാജാ സാറിനെ കാണാൻ പോയപ്പോൾ രാജാ സാർ കീർത്തനം പാടാൻ പറഞ്ഞു. ഇത് തന്നെ പേടിച്ചാണ് പ്രസാദ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. പേടിച്ചപ്പോൾ ഞാൻ വലിയൊരു മനുഷ്യനാണ് പ്രതീക്ഷിച്ചത്. കാണുമ്പോൾ നല്ല പൊക്കമൊക്കെ ഉള്ള, ഒരു തടിയൊക്കെ ഉള്ള, ഒരു കാണുമ്പോൾ തന്നെ ഭയങ്കര ഇന്റിമിഡേറ്റ്, അല്ലെങ്കിൽ പേര് കേട്ടിട്ട് തന്നെ വരച്ചിട്ടാ പോകുന്നത്. പോയപ്പോ ചെറിയൊരു മനുഷ്യൻ, പഴയ കടകഥയിലൊക്കെ ഈ കഥകളിലൊക്കെ രാജാന്നൊക്കെ പറഞ്ഞ ഭയങ്കര അല്ലെ തലപ്പാവൊക്കെ ഉദ്ദേശിച്ചു. ഇല്ലില്ല, അദ്ദേഹത്തിന്റെ ഫേസ് നമുക്കറിയാം, എന്നാലും ഏകദേശം പൊക്കം എത്രയുണ്ട് വണ്ണുണ്ട് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പോയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു വ്യക്തിയും ഒരു വെള്ള മുറിയും കുറേ ദീവാനൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ഒക്കാരങ്ങമ്മ എന്നൊക്കെ പറഞ്ഞ് പാടി ബഹുമാനത്തോടെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനായിരുന്നു കീർത്തനം പാടാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മ എന്ന് വിചാരിച്ചു മനസ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാലോ ഇതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. പിന്നെ കണ്ണടച്ചൊരൊറ്റ പാട്ട് ബൈക്കെടുത്ത് നോക്കിട്ടെ ഒന്ന് കണ്ണടച്ച്. സാഹിബ് എന്ത് പറഞ്ഞു? രാജസാറ് ഒന്നും പറഞ്ഞില്ല, നന്നായിട്ട്. അല്ല, ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കണ്ണ് തുറന്നപ്പോ അദ്ദേഹം നോക്കി ഇരിക്കുന്നുണ്ട്. ഞാൻ ഒത്തിടയ്ക്ക് എഴുന്നേറ്റ് പോയിരുന്നു. ഇല്ല, അദ്ദേഹം നന്നാ പാടിനേമ്മ, ரொம்ப நல்லா പാടുന്നീങ്ക. പിന്നെ അച്ഛനും രാജസാറായിട്ട് സംസാരിച്ചു. പക്ഷെ എനിക്ക് ആ നേരത്താണ് ഒരു ശരിക്കും പറഞ്ഞാൽ ശ്വാസം വീണത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ടെൻഷൻ പോയി. കാരണം ഒന്നാമത് ഞാൻ ഇദ്ദേഹത്തെ നോക്കുന്നില്ല, ഞാൻ കണ്ണടച്ചാണല്ലോ പാടുന്നത്. അപ്പൊ പിന്നെ ഞാൻ അദ്ദേഹം അവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ വിട്ടു. കുറേയൊക്കെ ചില ഇപ്പൊ പണ്ടത്തെക്കാളൊക്കെ കുറച്ച് പേടി കൂടുതൽ എനിക്ക് തോന്നുന്ന. വയസ്സ് നമ്മൾ കൂടുന്തോറും ചില പേടികൾ കൂടുതൽ വരും, മനസ്സിലായി. അപ്പൊ പണ്ടത്തെ അത്രയും ധൈര്യം ചില നേരത്തെ നമുക്ക് തോന്നാറില്ല. പഴയ ഒരു കാലഘട്ടത്തിലെ ആ ഒരു ധൈര്യം ഇപ്പോഴില്ല അല്ലേ? ഞാൻ ശരിക്കും അതിൻ്റെ ഒരു വേറൊരു രൂപം ആലോചിക്കാറുള്ളത്, പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എനിക്ക് ഒക്കെ വൈകിട്ടാണ് എല്ലാ എന്താ പറയുക ഒരു സൈക്കിളായാലും ബൈക്കായാലും ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഐ എം ഫ്രം എ വെരി ആവറേജ് ഫാമിലി. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബൈക്കൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ വലിയൊരു ആവേശമായിരുന്നു. അതിൽ ഈ സിനിമയിൽ കാണുന്ന പോലെയൊക്കെ ഓടിച്ചു നോക്കുക, അങ്ങനെ കെട്ടിമറിഞ്ഞു വീഴുക, അങ്ങനെ ഒരുപാട് അതൊരു വലിയൊരു ഹരം പോലെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ
യൂനോ ഈ ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഈ ബൈക്കിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് സ്പീഡിൽ പോകുന്നതും അവരുടെ യൂനോ ആ ആക്ടിവിറ്റീസൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി എനിക്ക്. ശരിക്കും ട്രാഫിക് അവയർനെസ്സിന് വേണ്ടിയുള്ള ഒരു കുറച്ച് പാട്ടുകൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൊതുവെ പാട്ടുകൾ കമ്പോസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യമില്ല. പക്ഷേ ഇത് ഞാൻ വളരെ ആവേശത്തോടു കൂടെ ചെയ്തൊരു പ്രൊജക്റ്റാണ്. ലൈക്ക് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഈ ധൈര്യം നമ്മൾ പ്രായമാകുമ്പോൾ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ചാടി വെട്ടിയ ആളാണ് ഫ്രാങ്കോ. ഇപ്പൊ കറിക്കറി എന്ന് കത്തി കണ്ട ഫ്രാങ്കോ അവിടുന്ന് അവിടുന്ന് പോടും. പണ്ടും എനിക്ക് കത്തിയൊക്കെ ഭയങ്കര പേടി തന്നെയാണ്. വരട്ടെ, ഫ്രാങ്കോയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവരട്ടെ. ഹലോ, ഗുഡ് ഈവനിങ്. സാധാരണ പറയാറുള്ള പോലെ, അല്ലെങ്കിൽ എല്ലാ ഷോയിലും പറയാറുള്ള പോലെ, എല്ലാവരോടും ചോദിക്കുന്ന പോലെ ഫ്രാങ്കോനോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. വളരെ വർഷങ്ങൾ എൻ്റെ കൂടെ എൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് കഴിഞ്ഞതാണ് ഫ്രാങ്കോ. അപ്പോൾ ഫ്രാങ്കോ എന്താണെന്ന് എനിക്ക് മറ്റെല്ലാവരേക്കാൾ കൂടുതലായിട്ട് അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ എനിക്ക് സംശയങ്ങളില്ല. പിന്നെ ഫ്രാങ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് അറിയാത്ത ഒരു വലിയ രഹസ്യം എനിക്കറിയാം. ഫ്രാങ്കോനെ പൊതുവെ ഇപ്പം എല്ലാവരും അടിപൊളി പാട്ട് ഉണ്ടാക്കിയാൽ ഉടനെ ഫ്രാങ്കോനെ വിളിക്കുന്നു, അടിപൊളി പാട്ടിൻ്റെ ഒരു ഉസ്താദാക്കി മാറ്റിയിരിക്കുകയാണ്. അടിപൊളി പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഫ്രാങ്കോ എനിക്ക് അതെൻ്റെ കമ്പോസിങ് സമയത്ത് പലപ്പോഴും പല ട്രാക്കുകളും ആദ്യകാലങ്ങളിൽ പാടിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചിത്ര ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞത്, അയ്യോ ഫ്രാങ്കോ പാടിയ മെയിൽ സോങ് അല്ല, അത് ഫീമെയിൽ സോങ്ങാണ്. ആചാര്യൻ എന്ന് പറഞ്ഞ സിനിമയിലെ ചായം പോയ സന്ധ്യകൾ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഒരുപാട് പാട്ടുകൾ, അതുപോലെ വിദ്യാസാഗർ, എല്ലാവരും ഫ്രാങ്കോ പാടിയ ട്രാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എൻ്റെ പാട്ടുകൾ ഈ അടിപൊളി പാട്ടുകളേക്കാൾ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾക്കാണ് എനിക്ക് അവസരം കിട്ടിയിരുന്നത്, പ്രാധാന്യം ഞാൻ അതിനാണ് കൊടുത്തിരുന്നത്. അപ്പം അത്തരം പാട്ടുകൾ ഒരുപാട് ഭംഗിയായിട്ട് ഫ്രാങ്കോനെ ഈ അടിപൊളി പാട്ടിനേക്കാൾ നന്നായി പാടാൻ സാധിക്കും. എന്താ ഫ്രാങ്കോ, ഒരു പാട്ടൊന്ന് പാടി കാണിച്ച് ഇപ്പോൾ ഈ സമയത്ത്. അമ്മാനാണ്, ഗുരുവാണ്, പിന്നെ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളും കൂടി. ആ ഒരു പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഫ്രാങ്കോ ചേട്ടൻ്റെ മെലഡീസ്. ഒരു അടിപൊളി പാട്ടുകാരൻ എന്നുള്ളൊരു ലേബല് ഫ്രാങ്കോയുടെ മുകളിൽ വന്ന് പതിച്ചത്, അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ, പക്ഷേ ഈ ആൽബംസ് ഒക്കെ വന്ന് അതിൻ്റെയൊക്കെ ഒരു പ്രസരിപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ, ആദ്യം ഞാൻ പാടി തുടങ്ങിയത് ഗാനമേളകൾക്ക് പാടിയിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചർച്ചിൽ ഞാൻ കൊയറിൽ പാടിയിരുന്നത്, അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ പാടിയിരുന്നത്, ചെറിയ കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിരുന്നതൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള സോങ്സാണ്, അല്ലെങ്കിൽ ചെറിയ കർണാട്ടിക്കിൻ്റെ ചെറിയ എലമെൻസ് ഉള്ള പാട്ടുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെയൊക്കെ സീരിയസ് ആയിട്ട് ഈ പാട്ട് എൻ്റെ ഒരു ഉപജീവനമാർഗമാക്കി കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഞാൻ എന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുറ്റുമുള്ള മറ്റ് സിംഗേഴ്സായിട്ട് മറ്റ് ഗായകരെയൊക്കെ ഒന്ന് പരിശോധിച്ചു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിഗംഭീരന്മാർ ആ ഒരു സെക്ടറിലുണ്ട്. മെലഡിയും അതുപോലെ തന്നെ ക്ലാസിക്കലും ഒക്കെ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നോക്കുമ്പോൾ അതേസമയം തന്നെ ഞാനൊരു വെസ്റ്റേൺ ചോയ ഉള്ള, അല്ലെങ്കിൽ വെസ്റ്റേൺ ആറ്റിറ്റ്യൂഡുള്ള പാട്ടുകൾ അന്ന് അത്ര അധികം മലയാളത്തിലില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളന്ന് കേട്ടിരുന്ന, അന്ന് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ദൂരദർശനാണ് കൂടുതലും. ദൂരദർശനിൽ വരുന്ന ആൽബങ്ങളിലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ, ഇതിലൊക്കെ നന്നായിട്ട് ഒരു പക്ഷേ എനർജിയുള്ള പാട്ടുകൾ നമുക്ക് പാടാനും കമ്പോസ് ചെയ്യാനും ഒക്കെ സാധിക്കില്ല എന്നൊക്കെ തോന്നി കുറച്ചൊക്കെ. അങ്ങനെയാണ് ആ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ ആ ഒരു ജോണറിലുള്ള പാട്ടുകൾ പാടാനായിട്ട് ശ്രമം നടത്തിയത്. അങ്ങനെ പാടിയ പാട്ടുകൾ, അല്ലെങ്കിൽ പാടാൻ ശ്രമിച്ച പാട്ടുകളൊക്കെ കുറേയൊക്കെ ആദ്യം ആ ഒരു മേഖലയിലേക്കുള്ള കാൽവെപ്പിന് പ്രധാനമായിട്ടും വഴിവെച്ചൊരു പാട്ട് ഏതാണ് മനസ്സിൽ ഓർമ്മയുണ്ട്? ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ചോയുള്ള പാട്ട് പെട്ടെന്ന് ആളുകൾക്ക് ഓർമ്മ നിൽക്കുന്ന ഒരു പാട്ട്, ഈ നേരത്തെ പാടിയ ചെമ്പകമേ എന്ന് പറഞ്ഞ പാട്ടിൽ, അത് ഇന്ത്യൻ രാഗ ബേസ്ഡ് ആണെങ്കിലും അതിൽ
നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് റെൻഡറിങ്ങിൽ. പിന്നെ പെട്ടെന്ന് ആളുകൾക്കോ എന്നെ ഓർമ്മ കിട്ടാവുന്നൊരു പാട്ട് വേട്ടയാട് വിളയാടുള്ള പാട്ട്, നെരുപ്പേ സിക്കി മുക്കി എടുത്തു. ഈ ഔസേപ്പച്ചൻ്റെ കൂടെ ജീവിക്കുമ്പോഴേ ഔസേപ്പച്ചൻ കുറച്ച് കണിച്ചക്കാരനല്ലേ? തീർച്ചയായിട്ടും. ഒരു കഷ്ടപ്പാടായിരുന്നല്ലേ? അതിനെപ്പറ്റി പറയാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. അല്ല ശരിക്കും വലിയൊരു നോക്കി പെട്ടെന്ന് പോകൊക്കെ മാറി കേട്ടോ. ഇല്ല, ശരിക്കും പറഞ്ഞാല് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ബേസിക്കലി കുറച്ചൊക്കെ ഈ കുട്ടികൾക്കുള്ള പോലെ എനിക്കും ഈ കാർട്ടൂണൊക്കെ കണ്ടിരിക്കാനും അല്ലെങ്കിൽ ഗെയിം കളിച്ചിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ തന്നെയായിരുന്നു. പിന്നെ ഈ അങ്കിളിൻ്റെ കൂടെ ഞാനൊരു 10th എൻ്റെ എക്സാം കഴിഞ്ഞ് വെക്കേഷന് അങ്കിളിൻ്റെ അടുത്ത് വന്നതാണ്. ആ സമയത്താണ് അങ്കിളിൻ്റെ കൂടെ അന്ന് ആചാര്യൻ എന്ന് പറഞ്ഞ സിനിമ, നേരത്തെ അങ്കിൾ പറഞ്ഞ സിനിമ തന്നെ, അതിൻ്റെ കമ്പോസിങ് നടക്കുന്നുണ്ട്. അതിൽ ഒഫീഷ്യലായിട്ടൊന്നല്ല, ഞാനതിലും എനിക്കിഷ്ടമുള്ളത് കൊണ്ട് നല്ല രസമുള്ള പ്രോഗ്രഷൻസൊക്കെ കീബോർഡിൽ, അതുപോലെ കമ്പോസിങ്ങിൻ്റെ ഒരു ഭംഗിയൊക്കെ ഞാൻ ആദ്യമായിട്ട് അടുത്തിരുന്ന് കാണുന്നത്. നല്ല ഇഷ്ടം തോന്നി എനിക്ക്. അങ്ങനെ അതിൽ അസിസ്റ്റൻ്റായിട്ട്, അല്ലെങ്കിൽ നത്തിങ് ഒഫീഷ്യൽ. 16-17 വയസ്സുണ്ടാവും. 16 വയസ്സേ ഉള്ളൂ. യാ. അപ്പോൾ അതൊരു അന്ന് അപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയ ആളുടെ കൂടെ കൂടി അന്ന് ആ ഫിലിമിന് വേണ്ടി ഞാൻ ട്രാക്ക് പാടിയിരുന്നു, ചായം പോയ സന്ധ്യയിൽ എന്ന് പറഞ്ഞ പാട്ട്. അത് കഴിഞ്ഞ് അന്ന് കുറേ നല്ല ഇഷ്ടമായിട്ടൊക്കെ അങ്കിൾ പറഞ്ഞപ്പോൾ എനിക്കും പാട്ടുകാരനാവാം എന്നുള്ള കോൺഫിഡൻസ് ഇല്ല സത്യത്തിൽ. പക്ഷെ ആദ്യമായിട്ടാണ് റെക്കോർഡിംഗ് ആണ് താങ്കളുടെ ഫോക്കസ്. എനിക്ക് എൻ്റെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡ്രീം ഒരു സൗണ്ട് എഞ്ചിനീയർ ആവാന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ആ സ്റ്റുഡിയോയിലൊക്കെ കയറി അത് കണ്ടു. പിന്നെ കമ്പോസിങ്ങിന് ആളുടെ കൂടെ ഇരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ മൈക്കിൽ പാടി, ഹെഡ്ഫോണൊക്കെ വെച്ച് പാടി. അന്ന് കാസറ്റിലാണ്, TDK എന്നൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ആ കാസറ്റിൽ അതിൻ്റെ എൻ്റെ വോയിസിൽ കുറച്ച് റീവർബും ഡിലേയും ഒക്കെ ഇട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇനി എന്നെ വിളിക്കുമോ ഉറപ്പില്ല. അപ്പം ഞാൻ പോണ സമയത്ത് പറഞ്ഞു, ഇനി ഇങ്ങനെ വല്ല വർക്ക് വരാണെങ്കിൽ വിളിച്ച് ഞാൻ വരാം. വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. പിന്നെ പിന്നീട് അങ്ങോട്ടുള്ള ഒരു ഏകദേശം ഒരു 13-14 വർഷത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഇന്നത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ മ്യൂസിഷ്യൻസ് പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു പ്രൊജക്റ്റ് ആൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രൊഡ്യൂസറേക്കാളും അതിൻ്റെ ഡയറക്ടറേക്കാളും ഒക്കെ ഉപരി ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിക്കേണ്ട വലിയൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ കുട്ടികളികളൊക്കെ ആയിരുന്നു താല്പര്യം. ചവിട്ടി തിരുമി ഔസേപ്പച്ചനല്ലേ? ഒയ്യോ, ഞങ്ങളൊക്കെ 3 മണിക്കൂർ ഉറങ്ങുക ഒരു പ്രൊജക്റ്റുള്ള സമയത്ത്. ശരിക്കും തിരുമി. ഒയ്യോ, ശരിക്കും അത് ഒരു ദാക്ഷിണ്യൊന്നും ഉണ്ടാവില്ല. പെങ്ങളുടെ മകനാന്നൊന്നും നോക്കില്ല, അമ്മാവാ എന്ന് വിളിച്ചു. പക്ഷേ അതേസമയം തന്നെ അങ്കിളുടെ വീട്ടിൽ ഞാൻ നിന്നിരുന്നത്. ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ ഓർക്കുന്ന എൻ്റെ ആൻറ്റീനെ, ഔസേപ്പച്ചൻ്റെ വൈഫ്, ജസ്റ്റ് ലൈക്ക് മൈ മദർ. എനിക്ക് അയൺ ചെയ്യാൻ പോലും അറിയില്ല എൻ്റെ ഡ്രസ്സൊന്നും. അവർക്ക് ആളെ അയൺ ചെയ്ത് തരാം, എനിക്ക് നല്ല ഭക്ഷണം പാചകം ചെയ്ത് തരും. ആ ഒരു സ്ഥലത്ത് ആൻറ്റി കോമ്പൻസേറ്റ് ചെയ്യും. അങ്കിള് ഭയങ്കര റഫും ഭയങ്കര ഇതൊക്കെ കാണിച്ചാലും ആൻറ്റി വളരെ സോഫ്റ്റ് ആയിട്ടൊരു അമ്മയുടെ ഒരു റോളൊക്കെ ആൻറ്റിയാണ് ചെയ്യാറ്. എനിവേ, ഒരു വലിയ സ്കൂളായിരുന്നു എന്ന് പറയാം. ഒരു മടി എന്ന് പറഞ്ഞൊരു എലമെന്റ് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞത് യഥാർത്ഥത്തിൽ ഫ്രാങ്കോയെ ഈ രൂപത്തിലാക്കി നവീകരിച്ചെടുത്തത് ഈ ഔസേപ്പച്ചനാണ്. ഒരു നമ്മുടെയൊക്കെ നാട്ടിൽ ദുർഗണ പരിഹാരശാല എന്നൊക്കെ പറയുന്നത്, അതുപോലെയുള്ള ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയിലൂടെ അല്ലേ? അയ്യോ, അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാ ശീലങ്ങളും ഉറപ്പായിട്ടെടുത്തു അല്ലേ? ഉറപ്പായിട്ടും. രഞ്ജിനി, ഇതുപോലെ ഒരു ഔസേപ്പച്ചൻ എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി രഞ്ജിനിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നോ? അങ്ങനെ ഇപ്പോഴും ഉണ്ട്. ആരായിരിക്കും യൂണിവേഴ്സിറ്റി? MG ശ്രീമാർ. അദ്ദേഹത്തിൻ്റെ കൂടെ 13 കൊല്ലമായി ഞാൻ പാടുന്നു സ്റ്റേജിൽ. അത് വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അത് ശരിക്കും MG യൂണിവേഴ്സിറ്റി. അതില് പഠിച്ചോണ്ടിരിക്കും ഇപ്പോഴും.
ശരിക്കും പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് വരയ്ക്കും അങ്കിൾ ഒരുപാട് സ്റ്റേജസിൽ ഞാൻ ക്ലോസ് ടു 13 years ആയി. 2 പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയിരിക്കുന്നത്. എനിക്ക് ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം എന്നിൽ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് വലിയൊരു ബൂസ്റ്റാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഔട്ട്പുട്ട് കുറവായിരുന്നു ആദ്യമൊക്കെ പാടുമ്പോൾ, കോഴ്സിലൊക്കെ പാടുമ്പോൾ അധികം ഭക്ഷണം കഴിക്കില്ലായിരുന്നു. വളരെ മെലിഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പോഴാണ് എൻ്റെ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ലേ? അതേ കഴിക്കൂ. പക്ഷേ ഈ പറയുന്ന പോലെ ഭക്ഷണം എന്ന് പറയുന്നത് തീരെ ഉണ്ടായിരുന്നില്ല ലൈഫിൽ. എൻ്റെ ഹസ്ബൻഡാണ് ഒരുമാതിരി എന്നെ നല്ലോണം ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ച ഒരു വ്യക്തി. നന്നായിട്ട് ഭക്ഷണം വെക്കൂന്നാരോ പറഞ്ഞു കേട്ട് ശരിയാണ്? അതിപ്പോ ഞാനിപ്പോ കുറച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞാണ്, വെറുതെ ഏറ്റെടുത്ത് ഞാൻ വെക്കുന്നുണ്ട്. അതായത് വഴി കൂടെ പോകുന്ന എല്ലാ കോംപ്ലിമെന്റ്സും എടുത്ത് വേദിലേക്ക് വെച്ചോണ്ടിരിക്കുക. മഹാപോകായിരുന്നു ഇത്. ഒരു ചായ പോലും വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കല്യാണം കഴിക്കുന്നത് വരെ ഒരു വസ്തു അറിയില്ല, അതാണ് ഞാൻ കേട്ടത്. ഇല്ല, കറിയും ചോറും അങ്ങനെയൊന്നും വെക്കില്ലായിരുന്നെങ്കിലും ബാക്കിയെല്ലാം വെക്കൊരു ചായ കിടാൻ അറിയാം. നല്ല കേക്കൊക്കെ ബേക്കറിയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ട് വളരെ കുറവായിരുന്നു. MG അങ്കിളുടെ കൂടെ പാടാൻ തുടങ്ങിയ പിന്നെയാണ് ശരിക്കും ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വോയിസ് എന്ന് പറയുന്നത് നല്ല ഭാരമുള്ള വോയിസ്, ഭയങ്കര ത്രോ ആണ്. എനിക്ക് തോന്നുന്നു ഇന്നിയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന് മാത്രമേ ഞാൻ കണ്ടിരിക്കുന്ന സിംഗേഴ്സിൽ വെച്ച് കൊടുത്താൽ എല്ലാവരും യൂസ് ചെയ്യുന്നില്ലാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇന്നിയേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഔട്ട്പുട്ട് അത്രയ്ക്കുണ്ട്. അദ്ദേഹത്തിന് പാടി 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 ശരിക്കും പറഞ്ഞാൽ എൻ്റെ വോളിയം കൂടി സ്റ്റേജിൽ. അത് വലിയ, അത് ശരിക്കും ഒരു മാത്രമല്ല ഒരിക്കലും പ്രായമാവുന്നില്ല. അദ്ദേഹത്തിന്റെ വോയിസ് ആണ്. ഇന്നേ വരെ എനിക്ക് തോന്നുന്നു MGയുടെ രൂപത്തിലും ഭാവത്തിലും ഒന്നും ഒരു മാറ്റമില്ല. ഞാൻ MGയോട് പറയും, MGയുടെ ഒരു മുടി പോലും അങ്ങോട്ട് മാറി കാണിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ പാടാൻ ഇന്നും കഴിയുന്നതെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഓണറിന്റെ കാര്യമാണ്. അപ്പം ഔസേപ്പച്ചന് പകരമായിട്ട് പിന്നെ രഞ്ജിനിക്ക് വേറൊരു യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട്. രഞ്ജിനിയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്, വരട്ടെ നമുക്ക് ആരാന്ന് നോക്കാലോ. രഞ്ജിനി ജോസിനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബിക്കോസ് ഞാൻ പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ ഷീ വാസ് എ സ്റ്റുഡൻറ് അവിടെ. രഞ്ജിനിക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഐ എം ഷുവർ ഓർമ്മ ഉണ്ടാവും. നമ്മളെല്ലാം ഒരു കാസറ്റ് വി ബ്രോട്ട് ഔട്ട്, ഭാവനാഞ്ജലി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതിൽ യുവർ റോൾ, ആ പാടിയതും എല്ലാം ഐ എം ഷുവർ യു റിമെമ്പർ. ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം നമ്മളുടെ സ്കൂളായിരുന്നു ദ ഫസ്റ്റ് വൺ ടു ബ്രിങ് ഔട്ട് എ കാസറ്റ് ഓഫ് പേട്രിയോട്ടിക് സോങ്സ്. ആൻഡ് I remember adile your skills in singing nallonam we were able to manslakan petti, and then I think that's what I remember also, besides your other things. ഇത് രഞ്ജിനിയെ പഠിപ്പിച്ചല്ല എന്റെ പ്രിൻസിപ്പൽ ആണ് ഭവൻസ്. അങ്ങനെ ഫ്രാങ്കോ അങ്ങനെ ഒരാൾക്കും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പ്രിൻസിപ്പളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പഠിപ്പീരിന് വിധേയമാകുന്ന ആളല്ലെന്നാ ഉദ്ദേശിച്ചത്. ചില ആരാ പറഞ്ഞാല് സ്വയം പഠിക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെന്ന നിലയിൽ പഠിക്കായിരുന്നു നന്നായിട്ടല്ലേ? എന്താ യഥാർത്ഥ ഉദ്ദേശം എന്താ പറയാ? കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. രഞ്ജിനി നന്നായി പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥിയാണ്, ശരിയല്ലേ? ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ കേട്ടോ. ഞാൻ ലാസ്റ്റ് മൊമെന്റ് ഒരു കുഴപ്പം, ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആളല്ല, പക്ഷെ എന്തോ എല്ലാ പരീക്ഷയ്ക്ക് മാർക്കുണ്ടായിരുന്നു. അതിനാണ് ഈ കോപ്പി അടിക്കാന്ന് പറയുന്നത്. അതായത് പഠിക്കാതെ മാർക്ക് കിട്ടുന്നതിനാണ് നമ്മള് സാധാരണ രീതിയിൽ ഫ്രാങ്കോ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞാൽ കോപ്പി അടി വിദഗ്ധന്മാരെന്ന് ചേട്ടൻ ആശാനായിരുന്നു. ഞാൻ കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ ഞാൻ കേട്ട കഥകളൊക്കെ കറക്റ്റാണല്ലേ? ഫ്രാങ്കോ എന്നൊക്കെ പറഞ്ഞാല് കോളേജിൽ ഇന്നൊരു ക്ലാസ്സിൽ കയറിയിട്ടില്ല. പിന്നെ അത് മാത്രം എന്തൊക്കെ കഥകൾ നടക്കണോ ഇപ്പൊ ഇവിടെ പറയാൻ പറ്റൂല. ഞാൻ ഒന്ന് പറയട്ടെ, ഫ്രാങ്കോനെ പറയില്ലായിരുന്നു ഈ തൃശ്ശൂരുള്ള ഒരു ഉമ്മാതിരിപ്പെട്ട പെമ്പിള്ളേരല്ല. അയ്യോ, അത് എന്തായിരുന്നു? ഞങ്ങൾക്ക് ആർക്കും വലിയ സംശയമൊന്നുമില്ല. ഞങ്ങളുടെ ഗ്രൂപ്പില് നല്ല ചുള്ളനായിരുന്നു. ഇപ്പോഴും ഞങ്ങള് ചുള്ളനാണ്. ഫ്രാങ്കോ നല്ല ചുള്ളനായിരുന്നു. ചുള്ളം ഫ്രാങ്കോ ചേട്ടൻ എന്നാണ് പറയണത്. കണ്ടോ? ഇപ്പോഴും ചുള്ളനാണ്. ചുള്ളം ഫ്രാങ്കോ ചേട്ടൻ എന്നാണ് പറയണത്. കണ്ടോ? ഓരോ കണ്ടോ? ഓരോ